യഷിന്റെ പുതിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായ ടോക്സിക് എ ഫെയർഡെയിൽ ഫോർ ഗ്രൗൺ അപ്സ് ന് സെൻസർ ബോർഡിന്റെ അനുമതി ലഭിച്ചു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റാണ് നൽകിയിരിക്കുന്നത്. വെട്ടിച്ചുരുക്കലുകൾ ഒന്നും തന്നെയില്ലാതെ 2 ചെറിയ മാറ്റങ്ങളോടെയാണ് ബോർഡ് ചിത്രത്തിന് തിയേറ്റർ പ്രദർശനാനുമതി നൽകിയിരിക്കുന്നതെന്ന് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓഗസ്റ്റ് 26-നാണ് ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നത്. കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രത്തിന് 3 മണിക്കൂറും 12 മിനിറ്റുമാണ് ദൈർഘ്യമെന്നാണ് റിപ്പോർട്ട്. ചിത്രത്തിലെ കന്നഡ പതിപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന ദ്വയാർത്ഥമുള്ള 2 വാക്കുകൾ മ്യൂട്ട് ചെയ്യാനും പകരം മറ്റു വാക്കുകൾ ചേർക്കാനും സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകളിലും ഇതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തണം. പുകവലി, മദ്യപാനം എന്നിവയ്ക്കെതിരെയുള്ള നിർബന്ധിത മുന്നറിയിപ്പുകളും ചിത്രത്തിൽ ഉൾപ്പെടുത്താൻ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ സിനിമ മുതിർന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് ചിത്രത്തിലെ നായകനായ യഷ് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ടാഗ്ലൈൻ തന്നെ ഇത് വ്യക്തമാക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആപ് കി അദാലത്ത് എന്ന പരിപാടിയിൽ പങ്കെടുക്കവെ പറഞ്ഞിരുന്നു. കുട്ടികൾ ഈ ചിത്രം കാണരുതെന്നും അവർ വീട്ടിലിരിക്കണമെന്നും മുതിർന്നവർക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുമെന്നതിനാലാണ് അവർക്കായി ഈ ചിത്രം ഒരുക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. യഥാർത്ഥവും ആഴത്തിലുള്ളതുമായ ഒരു കഥയാണ് സിനിമയുടേതെന്നും യഷ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയ്ക്ക് പുറമെ യുകെയിലും ചിത്രത്തിന് അഡൽട്ട് റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം ക്ലാസിഫിക്കേഷൻ (BBFC) ചിത്രത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് വിശദമായി തന്നെ വിലയിരുത്തുകയുണ്ടായി.